ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാളെ സ്കൂൾ തുറക്കുമെന്ന ചിന്തകൾക്കും മുൻപ് ഞങ്ങൾ ആ യാത്ര തിരിച്ചു സ്വപ്നങ്ങളുടെ താഴ്വരയായ ഊട്ടിയിലേക്ക്. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു പുതിയൊരു മനുഷ്യനാക്കി മാറ്റും യാത്രകൾ. പക്ഷേ ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ വലിയ ബ്ലോക്കായിരുന്നു. ഓൺലൈൻ വഴി വളരെ എളുപ്പത്തിൽ ഈ പാസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഊട്ടി പ്ലാൻ ചെയ്യുന്നവർ ഈ കാര്യം മറക്കല്ലേ, ഇല്ലെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിലെ വലിയ ബ്ലോക്കിൽ കുടുങ്ങിപ്പോകും. ഊട്ടിയിലെത്തുന്നതിന് മുമ്പ് ആ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ അറിഞ്ഞ ആ തണുപ്പ് അതൊരു പുതിയ തുടക്കമായിരുന്നു. അവിടെ കണ്ട ആ ചെറിയ ചായക്കടയും ബസ്സുമൊക്കെ തന്ന ഫീൽ ഇപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ കയ്യിലെ ഈ പോക്കിരി വാവയോടൊപ്പം കുടുംബത്തോടൊപ്പവും ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. യാത്രയിലെ വിശപ്പ് മാറ്റാൻ ഒരു മലയാളി ഹോട്ടലിൽ കയറി കഴിച്ച ഭക്ഷണത്തിന് പ്രത്യേക ഫീലുമായിരുന്നു, രുചിയുമായിരുന്നു. യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് വഴിയിലെ ഇത്തരം ചെറിയ സന്തോഷങ്ങളാണ്. വഴിയിൽ വയനാട്ടിലെ ഇക്കയുടെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കടലമിഠായും പിന്നെ ഊട്ടിയിൽ നിന്ന് വാങ്ങിയ ഫ്രഷ് ബ്ലൂബെറിയും ആ ബദാം പഴവും എല്ലാം ഈ യാത്രയുടെ മധുരവും പുതുമയും ഇരട്ടിയാക്കി. വൈകുന്നേരത്തോടെ ഞങ്ങൾ ആ മലമുകളിലെത്തി. കിലുക്കൻ സിനിമയിലെ ആ മനോഹരമായ ഷൂട്ടിംഗ് പോയിന്റ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. രാത്രിയായപ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കായിരുന്നു. പല കുടുംബങ്ങൾക്കും റൂം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിനിളയാൻ്റെ അനിയൻ ഒരു ടൂറിസ്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട് 2 റൂമുള്ള മനോഹരമായ ഒരു വീട് റെഡിയാക്കി തന്നു. കുട്ടികളും ഉമ്മയും ഇത്തയുടെ മകളുമെല്ലാം ഒന്നിച്ച് ആ തണുപ്പുള്ള രാത്രി ആ വീട്ടിൽ കഴിച്ചത് ഒരിക്കലും മറക്കില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ബോട്ട് ഹൗസിലേക്ക് ഇറങ്ങി വഴി വെച്ച് തമിഴ്നാട് പോലീസിനെ കണ്ടപ്പോൾ നമ്മുടെ ഐതുവിന് അവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്നൊരാഗ്രഹം. അത് നമ്മൾ സാധിച്ചു കൊടുത്തു. പിന്നെ ലൗട്ടൈൽ റെയിൽവേ സ്റ്റേഷനും കർണാടക ഗാർഡനും ചോക്ലേറ്റ് ഫാക്ടറിയും തേയില ഫാക്ടറിയും ഒടുവിൽ ആ മനോഹരമായ ഫ്ലവർ ഷോയും കൂടി കണ്ടപ്പോൾ ഈ യാത്ര പൂർണ്ണമായി. ജീവിതം ഒന്നേയുള്ളൂ, തിരക്കുകൾ എന്നും ഉണ്ടാകും. അതിനിടയിലും പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക, യാത്രകൾ ചെയ്യുക. കാരണം ഈ ഓർമ്മകളാണ് നാളെ നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.